അങ്ങനെ കൊടലിന്റെ മടക്ക്. എന്തൊക്കെയാ കിളപ്പനാരെ? ഒരു മാറ്റവും ഇല്ലല്ലോ. എന്ത് മാറ്റം? വന്നൂന്നറിഞ്ഞു. ഉണ്ണാൻ പോകാറില്ലേ? കാപ്പി കഴിക്കും. ചേക്കന്മാരെ കൊണ്ട് തെറ്റു പറയിപ്പിച്ചത് അസലായി. അവരുടെ കൂടെ ചേർന്ന് നമ്മുടെ ഉണ്ണി നാശമായി. ഉണ്ണി? നമ്മുടെ മാധവിക്കുട്ടിയമ്മയുടെ മകൻ ഉണ്ണികൃഷ്ണൻ. മാധവിക്കുട്ടിയമ്മ മരിച്ചു. അറിഞ്ഞിരുന്നു. അതിന്റെ ഒരു നിർഭാഗ്യം. മകൻ ശങ്കരൻകുട്ടിയുടെ കൂടെ? മുത്തച്ഛന്റെ അടുത്താ. ഉള്ളതെല്ലാം 2 കൊല്ലം കൊണ്ട് കുളം കോരിയില്ലേ. പിന്നെ ആയമ്മയുടെ ഓഹരി എന്ന് പറഞ്ഞു വന്നപ്പോഴാ തന്തപ്പടി ഉണ്ണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശങ്കരൻകുട്ടിയെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ? ഇല്ല. ബോധമുള്ള നേരമില്ല. അവരവരുടെ കുട്ടിയല്ലേ. ഒരു കുപ്പായത്തിന്റെ ശീല, പുസ്തകം വാങ്ങിക്കാൻ ഒരു 5 രൂപയുടെ കാശ്. കാരണവര്? നല്ല ആരോഗ്യം. 24 ഏരിയുടെ ചോറുണ്ട്. ദേവികമ്മയുടെ ഭർത്താവ് പെർഷ്യന്ന് കാശയക്കുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ കുട്ടിയെ കൊണ്ടുവരിക, കൊണ്ടാക്കുക. ഇതാ നമുക്ക് ഉദ്യോഗം. വണ്ടിയും കാളയും മാറി കാറായി. അഭിവൃദ്ധി തന്നെ കിളപ്പനാർക്കും. ശേഖരന്റെ അമ്മ പറയാറുള്ളതാണ് ഇപ്പോഴും ഓർമ്മ. വല്ലവന്റെയും വടക്കോർത്ത് കഴിയണമെന്ന് ജനിക്കുമ്പോഴേ തലയിൽ എഴുതിയിട്ടുണ്ടാവും. ആരാ ഇത് വരച്ചത്? ആരായാലും സത്യം പറയണം. ചന്ദ്രൻ സ്റ്റാൻഡപ്പ്. വരച്ചില്ലെങ്കിൽ ഇടിക്കൂന്ന് പറഞ്ഞു സർ. പാച്ചൻ. ഇപ്പോഴേ പ്രപ്പോർഷനേറ്റ് ആയുള്ളൂ. ചന്ദ്രൻ ധാരാളം വരയ്ക്കണം. ഒരു പെട്ടി ചായവും ഞാൻ വാങ്ങിത്തരാം. വലിയ ഡ്രോയിങ് ഷീറ്റിൽ വേണം വരയ്ക്കാൻ. നല്ല ചിത്രങ്ങൾ നമുക്ക് ക്ലാസ് മുറിയിൽ തൂക്കാം. പക്ഷേ ബോർഡിൽ വരയ്ക്കരുത്. പാച്ചനല്ല പരമശിവൻ പറഞ്ഞാലും. Stand up. Stand up. ആരാണ് ഇതിന്റെ കർത്താവ്? ഉണ്ണികൃഷ്ണൻ സാറേ, ഞാൻ കണ്ടു. വരൂ. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുള്ള ചോറ് മാന്തിക്കാൻ വീരന്മാരാണ് അല്ലേ? ആരാണ് ഉപദേഷ്ടാവ്? പറയരുത്. വർഗബോധമുള്ളവർ ഒരിക്കലും പറയില്ല. കൈതിട്ട് മറ്റേ കൈ അടിക്കാൻ പാടില്ലെന്ന റൂളുണ്ട് സാർ. എന്താ പറഞ്ഞത്? അടിക്കാൻ പാടില്ലെന്ന റൂളുണ്ട് സാർ. കഴിഞ്ഞിട്ട് എന്റെ റൂൾ ബുക്കിൽ അങ്ങനെ കണ്ടില്ല. നിങ്ങൾ വരണം.
കേട്ടാ ഓക്കോ ആ ശരാ സ്കൂള് പഠിപ്പിക്കാൻ താഴെ നിൽക്കൂ. ആരും തെറ്റ് ചെയ്തു പോവും, മുതിർന്നവരും കുട്ടികളും. പക്ഷേ ചെയ്യുന്ന തെറ്റ് അവനവൻ അറിയണമെന്ന് മാത്രം. നീ ബുദ്ധിയുള്ള കുട്ടിയാ. കഴിഞ്ഞ കൊല്ലത്തെ നിന്റെ മാർക്കൊക്കെ ഞാൻ നോക്കി. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്കൊന്നുമില്ല. സ്വന്തമെന്ന് പറയാൻ ഒരു കുടില് പോലും ഇല്ലാത്തവൻ അധികം മോഹിക്കരുത്. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? ശങ്കരൻകുട്ടി ചിലപ്പോ കല്യാണം കഴിഞ്ഞാൽ നന്നായേക്കും. എന്നെക്കാളും പഠിപ്പുള്ള ആളായി പറയണേ. ഒരു പരീക്ഷണത്തിനാണോ കല്യാണം? ഞാൻ അവിടെ വന്ന് പറയണോ മാധവക്കുട്ടി എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന്? പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഇറങ്ങണ പട്ടി എന്ന് പറഞ്ഞാൽ നാണം കെട്ട് ഇറങ്ങണം. പറയില്ലേ? സംശയം ഉണ്ടോ മാധവക്കുട്ടിക്ക്? ഇറക്കിയാൽ ഇറങ്ങണം. ഞാനും കൂടെ ഉണ്ടാവും. അരുത്. ഞാൻ ആരുമല്ല. എല്ലാം നല്ലതിനായിരിക്കും സമാധാനിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ഒരു സാഹസവും കാട്ടരുത്. എന്റെ പ്രേമം അഗാധവും അകളങ്കവും ആത്മാർത്ഥവും അദ്വൈതവുമാണെന്ന് വലിയ വാക്കാ തട്ടിക്കോ. അദ്വൈതവുമാണെന്ന് ഞാൻ ആണയിടുന്നു. അഖില ലോക വേണ്ട വേണ്ട നിർത്ത്. കുട്ടി ഏതാ ദാസപ്പ? അത് ഞാൻ പറയില്ല. ശരിക്കങ്ങോട്ട് ലവ് ഉണ്ടോ അതോ വൺ വേ ട്രാഫിക് ആണോ? മറുപടി കിട്ടിയാൽ ആദ്യം ഞാൻ വായിച്ച് വ്യാഖ്യാനിച്ചു തരാം. പെൺകുട്ടികളുടെ കത്തിൽ ദ്വയാർത്ഥം കാണും. കൊമ്പിനും കുളമ്പിനും കൊള്ളുന്ന കാര്യത്തിൽ എന്താ ലക്ക്? പട്ടാളക്കാരനെ കൊണ്ട് ഹലാക്കായെന്നേ. ആഹാ ഇതേ നോക്ക്. ക്യാപ്റ്റനോടെ ഞാൻ ഡ്രിൽ മാസ്റ്ററോട് ചോദിച്ചു. റൂളുണ്ട്, അടിക്കാൻ പാടില്ല, റൂൾ ബുക്കിലുണ്ട്. എന്നാലാ ബുക്ക് ആ പകയെന്ന് കാണിച്ചു കൊടുക്കാൻ പറ ക്യാപ്റ്റൻ ഡ്രിൽ മാസ്റ്ററോട്. എന്നാ പുതിയ മുദ്രാവാക്യം തട്ടിക്കോ. പട്ടാളക്കാര മുട്ടാള നിന്നെ ഞങ്ങൾ കണ്ടോളാം. പകയനെ ഇവിടെ നിന്ന് മാറ്റി നിങ്ങളുടെ നേതാവിനോട് പറയും ക്യാപ്റ്റ. ഹെഡ് മാഷൊക്കെ അധികാരത്തിലാണ് ചങ്ങായിന്റെ നടപ്പ്. വല്ല കുണ്ടൻ ഇടവഴിയിൽ കൂടെ പോകുമ്പോൾ ഇരുട്ടത്തിട്ട് ചാമ്പണം പഹയനെ. മാറടോ നോക്കടോ. ടീച്ചർ നേരത്തെ വീട്ടിൽ അച്ഛനോ അനിയത്തിയൊക്കെ സുഖം തന്നെയല്ലേ? ഡ്രിൽ മാസ്റ്റർ പഞ്ചരടിക്കാൻ നോക്കണല്ലോടോ ഗോപിയെ. അയാൾക്ക് രക്ഷയില്ല. ശേഖരൻ മാഷോടാ ഇത്തിരി കൂടുതൽ ആക്കം. നമ്മക്കൊരു പരിഹാരം കാണുന്ന പ്രശ്നത്തിന് എന്റെ വീട്ടിൽ തൊട്ടാലുണ്ടല്ലോ, എനിക്കറിയാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. അടികൊണ്ട് ഇപ്പൊ നമുക്കാണല്ലോ. അപ്പൊ പ്രശ്നത്തിന്റെ ഗൗരവം പോയി വാടോ നീ. എന്താ? 5 റുപ്യാണ് മുത്തച്ഛ. എന്തിനാ? ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ല, അതില്ലാണ്ട് ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞു മാഷ്. സ്കൂൾ തുറന്നപ്പോൾ വാങ്ങിയതൊക്കെ എവിടെ? വാങ്ങിയില്ല, വാങ്ങാൻ തികഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ മുത്തച്ഛനോട്. വേറെ വല്ല കുട്ടികളുടെ നോക്കി എഴുതിക്കോ. 5 ഉറുപ്പിക പുസ്തകമല്ല മുത്തച്ഛ, ഇൻസ്ട്രുമെന്റ് ബോക്സ്. എന്റെ കൈ കാശില്ല. ചോദിക്കുമ്പോ എടുത്തു തരാൻ. എന്റെ കയ്യിലേ നിന്റെ തന്ത വേണ്ട, ഓരോ എന്നെ കൊണ്ട് പറയിക്കണ്ട. തന്ത ജീവിച്ചിരിപ്പുണ്ടല്ലോ, ചെന്ന് ചോദിച്ചു വാങ്ങിക്കേ.